നമസ്കാരം, ഞാൻ ഷിബുരാജ് കാർത്തിക. കലാകാരന്മാരുടെ ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സുഭാഷ് കൊട്ടാരക്കര ജന്മം കൊണ്ട് തന്നെ സംഗീതത്തെ ശ്വാസതാളമാക്കിയ കലാകാരൻ. ഹൃദയതന്ത്രികളിൽ നിറഞ്ഞ സംഗീതത്തെ തൻ്റെ വിരലുകൾ നിറച്ച ഹാർമോണിയത്തിൻ്റെയും കീബോർഡിൻ്റെയും ശ്രുതിരാഗലയ താളത്തിലൂടെ മാനവ മാനസങ്ങളിൽ കുളിർമഴ നിറച്ച കലാകാരനാണ് സുഭാഷ് കൊട്ടാരക്കര. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി താൻ പഠിച്ചെടുത്ത സംഗീതത്തെ 1979-80 കാലങ്ങളിൽ തുടങ്ങി കേരളത്തിൻ്റെ പ്രസിദ്ധരായ കാതിക കലാകാരന്മാർക്കൊപ്പം അവരുടെ കഥകളെ സംഗീത സാന്ദ്രമാക്കാൻ പ്രധാനമായും ഉപയോഗിച്ചും ഒപ്പം തന്നെ മറ്റു സംഗീത പരിപാടികളുടെയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യമായി മാറി സുഭാഷ് കൊട്ടാരക്കര. കാലങ്ങൾ കടന്നുപോയി. സംഗീത മേഖലയിലെ പരമപ്രധാന സാന്നിധ്യമായി മാറിയ ഈ കലാകാരനെ തേടി ഏറെ വിദ്യാർത്ഥികളുമെത്തി. വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഗുരുശ്രേഷ്ഠനായി. അങ്ങനെ കടന്നുപോയ ആ സംഗീത ജീവിതത്തിന് ഇപ്പോൾ എന്തു സംഭവിച്ചു? സുഭാഷ് കൊട്ടാരക്കര എന്ന കീബോർഡിസ്റ്റിന് എന്തു സംഭവിച്ചു? നീലവാന ചോരയിൽ നീന്തിടും ചന്ദ്രികേ, നീലവാന ചോരയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്നയൻ ദേവി. 1975 കാലഘട്ടം മുതൽ കീബോർഡിസ്റ്റായിട്ട് അരങ്ങിൽ പ്രവർത്തിച്ചു വരുന്ന സുഭാഷ് കൊട്ടാരക്കര എന്ന വ്യക്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ആ കലാകാരന് ശാരീരികമായ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കാൽ നഷ്ടപ്പെട്ട് പൂർണ്ണമായും കിടപ്പിലായ ഒരവസ്ഥയാണ്. ഈ കലാകാരന്മാരെ, ഇതേപോലുള്ള കലാകാരന്മാരെ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കലാകാരന്മാരുടെ ജീവിതം എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന നല്ല മനസ്സുള്ള കലാകാരന്മാർ അദ്ദേഹത്തെ സഹായിക്കണം, ആ കുടുംബത്തെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ വിഷമങ്ങളും അദ്ദേഹത്തിന് പഴയ കാലങ്ങളിൽ അദ്ദേഹം നടത്തി വന്ന പ്രോഗ്രാമുകളെ പറ്റിയൊക്കെ ഈ ഒരു വേളയിൽ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടൻ എന്നുപോലാണ് ഈ കലാരംഗത്തേക്ക് ഇറങ്ങിയത്? കലാരംഗത്ത് 80 മുതൽ 79 മുതൽ അങ്ങനെ സ്ഥിരമായിട്ട് ഇറങ്ങി. അതിന് മുൻപ് അമ്പച്ചർ കാതികർ അങ്ങനെ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. 75 മുതൽ 79 മുതലാണ് പിന്നെ പ്രൊഫഷണലായിട്ട് ഇറങ്ങിയത്. 80 ഞാൻ വെളുന്നല്ലൂർ വസന്തകുമാരി എന്ന് പറഞ്ഞ കാതിക അവരുടെ ടീമിൽ പങ്കെടുത്തു 15 വർഷം. പിന്നെ ചിറക്കര സലീം കുമാർ കാതികൻ, അങ്ങനെ കാതിക ഫീൽഡിലായിരുന്നു കൂടുതലും. പിന്നെ മറ്റു പരിപാടികൾക്കൊക്കെ പോകും. അപ്പം കഥാപ്രസംഗ വേദിയിലൂടെയാണ് ചേട്ടൻ ആദ്യമായിട്ട് രംഗപ്രവേശനം നടത്തുന്നത്. അപ്പം ഏതൊക്കെ കാതികന്മാരുടെ കൂടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്? ഈ വെളുന്നല്ലൂർ വസന്തകുമാരി പ്രധാനമായിട്ടും, പിന്നെ ചിറക്കര സലീം കുമാർ ഒരു 4 വർഷം ഓർമ്മയുണ്ട്. പിന്നെ മീനമ്പലം പുരുഷോത്തമൻ ആ കാലഘട്ടത്തിൽ 75 കഴിഞ്ഞിട്ടുണ്ട്. മീനമ്പലം പുരുഷോത്തമൻ, പിന്നെ പന്തളം ശശികുമാർ, അങ്ങനെയൊക്കെ 1 പേരുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ട്യൂഷൻ എടുക്കുമായിരുന്നു. കീബോർഡിൻ്റെയും ഹാർമോണിയൊക്കെ പഠി. അങ്ങനെ ഇവിടെ മഞ്ജു മ്യൂസിക്കിൽ ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 വർഷമായി ഇപ്പോഴേ. അപ്പോഴാണ് ഇങ്ങനെ ഈ അത്യാഗ്രഹം സംഭവിക്കുന്നത്. ഭക്തിഗാനമേളയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ചേട്ടന് ഈ കാലിൽ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം അത് ചെറിയ നഖത്തിൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ അവിടെ നഖത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പഴുത്ത് വന്നു.
അത് ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു, ഡോക്ടറെ കാണിച്ചു, എല്ലാം മരുന്നെല്ലാം വെച്ചു അങ്ങനെ വരിക. നമ്മൾ നടക്കുന്ന ഈ വഴിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, വയലിൽ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായി ചിലപ്പോൾ വന്നതാകാം. അങ്ങനെ അപ്പം ഇവിടെ വീണ്ടും 23 ജൂലൈയിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പാടില്ല. കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക്. ജൂലൈ ആദ്യമാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇവിടെ കാല് മുറിച്ച് കളയണം, അതേ ഉള്ളൂ, ജീവൻ നിൽക്കണമെങ്കിൽ. പഴുപ്പ് അസ്ഥിയിൽ കൂടി പഴുപ്പ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കയറിക്കൊണ്ടിരിക്കുക, അത് മാറുന്നില്ല. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി അറേഞ്ച് ചെയ്തു. 23 ആഗസ്റ്റ് 30-ാം തീയതിയായിരുന്നു ഓണത്തിൻ്റെ ഇടയ്ക്ക്. ആ ഓണം തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം ചതയത്തിരുന്നു സർജറി നടത്തിയത്. പിന്നെ അവിടെ ഒരാഴ്ച കിടന്നിട്ട് പിന്നെ നേരെ ഈ കൊട്ടാരക്കര വന്നതാണ്. കാല് നഷ്ടപ്പെട്ടതിന് ശേഷം ചേട്ടന് പിന്നീട് ഫീൽഡിൽ പോകാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ സഞ്ചരിക്കാൻ. എങ്കിലും ആ കലാഫീൽഡുമായിട്ടുള്ള ബന്ധം ഒന്ന് വിട്ടിരിക്കുക. ഇനി അതൊന്ന് പുതുക്കിയെടുക്കണം. ക്ലാസ്സിന് പോയി ട്യൂഷന് പോവുക എടുക്കുകയൊക്കെ ചെയ്യാൻ അത് കാലം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഇപ്പോൾ ചേട്ടൻ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 70 ഉണ്ട്. ഈ 70ൻ്റെ നിറവിൽ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് വീണ്ടും കലാരംഗത്തേക്ക് ഇറങ്ങണം. കാൽ നഷ്ടപ്പെട്ടത് അദ്ദേഹം ഒന്നും നോക്കാതെ വീണ്ടും കലാരംഗത്തേക്ക് ഇറങ്ങണം എന്നാണ് ആ മനസ്സിപ്പോഴും പറയുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, അദ്ദേഹത്തിനെ സഹായിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ എത്ര വയസ്സായാലും എത്ര ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായാലും അയാളുടെ കല ഒരിക്കലും മരിക്കുന്നില്ല. അതിന് ഉദാഹരണമാണ് ഈ സുഭാഷ് കൊട്ടാരക്കര. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ വളരെ പുള്ളിയുടെ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു. അതൊരു കലാകാരനാണ്, കലാകാരൻ്റെ ഒരു കാലം നഷ്ടപ്പെട്ട് കിടക്കയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും എനിക്ക് പ്രോഗ്രാമിന് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന കലാകാരന്മാരും അതേപോലെ നല്ല മനസ്സുകളും അദ്ദേഹത്തിന് ഒരു കീബോർഡ് വാങ്ങിക്കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ തീർച്ചയായിട്ടും പുള്ളിയെ സഹായിക്കണം. അദ്ദേഹത്തിന് 70-ാം വയസ്സിൽ വീണ്ടും സംഗീത രംഗത്തേക്ക് ഇറങ്ങണമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ്. കാലിൻ്റെ കാര്യം ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യരെയൊക്കെ ദൈവം വരദാനമായി കൊടുത്തതാണ് സംഗീതം. അത് അദ്ദേഹം ഒരു കൈമുതലാക്കിക്കൊണ്ട് തന്നെ വീണ്ടും ഇറങ്ങണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലെ ഭാര്യ, മക്കളും 3 പേര് ആൺമക്കളാണ്. അവരെല്ലാം പ്രത്യേകം താമസിക്കുന്നു. പിന്നെ 2 കൊച്ചുമക്കളുണ്ട്. ഭാര്യ അത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയത്, ആശുപത്രി മെഡിക്കൽ കോളേജിൽ കിടക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ സുഭാഷ് കൊട്ടാരക്കരെ തീർച്ചയായിട്ടും സഹായിക്കണം. ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. അതിന് 2 പേരും ഇവിടെ വന്നു കണ്ടായിരുന്നു. പിന്നെ പലർക്കും അറിയത്തില്ല, വീണറിയില്ല വരാൻ. ഇത് കാണുന്ന വ്യക്തികൾ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ഈ ഇതിൽ ഇടുന്നതായിരിക്കും. അദ്ദേഹത്തെ സഹായിക്കാനുള്ള മനസ്സുകൾ ഉണ്ടാവണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണണം. കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ നിങ്ങളെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചേട്ടാ തീരുമാനമെടുത്തിരിക്കുന്നത്? ഇനിയൊരു 2 വർഷത്തിനകം സുഖമായിട്ട് കുറച്ചുകൂടെ ശാരീരിക സുഖം കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലാസ്സിന് പോകണം. ഇപ്പം ഇവിടെ കീബോർഡ് ഇല്ല, അത് റിപ്പയറിന് കൊല്ലത്ത് കൊടുത്തിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് കീബോർഡ് ഇല്ല, കീബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് അത് സർവീസിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു സഹായത്തിലൂടെ അത് ശരിയാക്കി എടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരെണ്ണം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇത് കാണുന്ന വ്യക്തികൾ ആരെങ്കിലും ചെയ്താൽ വളരെയധികം ഉപകാരമായിരിക്കും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ തരുന്നതാണ്. മഞ്ജു ഷാജി, ആ സഹോദരനെ മറക്കാനൊക്കത്തില്ല. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. ഞാൻ ഈ അവസ്ഥയിലായപ്പോൾ പോലും മഞ്ജു ഷാജി കൊട്ടാരക്കര. ചേട്ടൻ്റെ ഈ 70-ാം വയസ്സിലുണ്ടായാലും ഒരു സന്തോഷകരമായൊരു അനുഭവം ഈ പ്രോഗ്രാം ഫീൽഡിലുണ്ടായിരുന്നു പറയാം.
സന്തോഷം അല്ല, ഇപ്പം ഞാൻ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് 15 വർഷം 10 വർഷത്തോളം ആകുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ എന്താ പറയേണ്ടത്? അല്ല, കഥാപ്രസംഗ വേദികളിലോ എവിടെ വെച്ചാൽ നമുക്കൊരു എപ്പോഴും ഒരു അനുഭവം ഉണ്ടല്ലോ ഓരോന്നിനും. കഥാപ്രസംഗ വേദികളിൽ പലപ്പോഴും എനിക്ക് നല്ല അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളുമായിരുന്നു. ഇൻ്റർവെല്ലൊക്കെ പാടുമ്പോഴും പിന്നെ അതല്ലാതെ കാലികയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു. ചേട്ടാ അത്യാവശ്യം പാടും? ചെറുതായിട്ടൊക്കെ. ഇപ്പോഴില്ല, ഒക്കുന്നില്ല. എങ്കിലും അന്ന് പാടിയ പഴയ പാട്ട് 2 വരി ഒന്ന് പാടാൻ പറ്റുമല്ലോ? ഞാനവിടെ ഇൻ്റർവെല്ലൊക്കെ പാടുന്ന ഒരു പാട്ടേ ഉള്ളൂ ഓർമ്മയുള്ളത്. അത് മതി. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്നയൻ ദേവി. ഇപ്പോഴും ആ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഗാനങ്ങൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് പോലും നിറഞ്ഞു പോയി. ഈ 70-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല രീതിയിൽ പാടാൻ പറ്റുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഓർത്തൊരു വലിയ എന്ന് പാടി, വേറെ ഒരുപാട് ഉണ്ട്, അവർക്ക് ഓർമ്മയില്ല. കലാകാരന്മാരുടെ ജീവിതം എന്ന പ്രോഗ്രാമിന്റെ തുടക്കക്കാരനായ സുഭാഷ് കൊട്ടാരക്കരയുടെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു പ്രോഗ്രാം എടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ കലാകാരനെ, ഈ ചേട്ടനെ, ഈ സുഭാഷ് ചേട്ടനെ നമ്മൾ ഏവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് പഴയതുപോലെ കലാരംഗത്തേക്ക്, കലാ ഫീൽഡിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിലേക്കായിട്ട് അദ്ദേഹത്തിന് വീണ്ടും വരാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.